നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫുൾ ഡേ മൈ ലൈഫാണ്. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ചെയ്യുന്ന കുക്കിംഗ്, ബാക്കി ജോലികൾ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോങ് വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഭാവിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഞാൻ വന്നിട്ട് ആ വിൻഡോയിൽ കൂടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വെട്ടമൊന്നും വീണിട്ടില്ല, ഇങ്ങനെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ചെന്നിട്ട് മോട്ടർ ഓൺ ചെയ്തു. വെള്ളമില്ലായിരുന്നു, പൈപ്പ് തുറന്ന് നോക്കിയപ്പം വെള്ളമില്ല. പിന്നെ ഞാൻ മോട്ടർ ഓൺ ചെയ്തു. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ എൻ്റെ ഏകദേശം പണികളെല്ലാം ഒതുക്കിയിട്ടാണ് കേട്ടോ കിടന്നത്. നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ജോലി ചെയ്യാൻ ഒരു ഉന്മേഷമായിരുന്നു. വന്ന് കയറി കാണുമ്പോൾ ക്ലീനായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ കുറച്ച് ഉന്മേഷം കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാസിൻ്റെ അതൊക്കെ ഒന്നെടുത്ത് ഫിറ്റ് ചെയ്തു. ഇനി ബാക്കി പരിപാടികളിലേക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്ത് വെക്കാനുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഒന്നെടുത്ത് മാറ്റി വയ്ക്കുകയാണ്, തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ബീൻസ് തോരനും അതുപോലെ ഉപ്മാവ് ഉണ്ടാക്കുന്നുണ്ട്, സേമിയ ഉപ്മാവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇതായി ഒരു പാനിലാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത്. ഭാവിക്ക് കൊണ്ടുപോകണം. പിന്നെ ബാക്കി ബാലൻസ് വരുന്ന ഞാൻ കുടിക്കും. പിന്നെ വെള്ളം വേണമെങ്കിൽ പിന്നെ തിളപ്പിക്കും. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്നൊന്നും ഇടുന്നില്ല കേട്ടോ. സാധാരണ ഞാൻ ജീരകമോ അല്ലെങ്കിൽ നമ്മുടെ ഉലുവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനങ്ങനെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ബാക്കി കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കുമെങ്കിലും സവോള കട്ട് ചെയ്ത് വയ്ക്കാറില്ലല്ലോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അല്ലാണ്ട് വേറെ ഒന്നും കട്ട് ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള സവോളയും അതുപോലെ തോരത്തിന് വേണ്ടിയിട്ടുള്ള സവാളയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഉപ്മാവിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ സവോളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാനെടുത്ത് മാറ്റി വെച്ചു ഇനി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കടുക് പൊട്ടിച്ച് നമ്മുടെ ബീൻസും സവോളയും ഇതെല്ലാം ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഹാഫ് വേവാകുമ്പോൾ നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡിയാവും. നമുക്കതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് റെഡിയാവുന്ന സമയത്ത് ഞാൻ പോയിട്ട് ചൂടുവെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് കട്ടൻ ചായ ഇല്ല, കട്ടൻ ചായ സ്കിപ്പ് ചെയ്തു. നമുക്ക് ഇടയ്ക്ക് കട്ടൻ ചായ, ഇടയ്ക്ക് ചൂടുവെള്ളം അങ്ങനെയൊക്കെ കുടിക്കാം കേട്ടോ. ഡെയിലി ഇങ്ങനെ കട്ടൻ ചായ കുടിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ചൂടുവെള്ളം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കട്ടെ. ഇനി നമുക്ക് സേമിയ ഉപ്മാവ് ഉണ്ടാക്കാം. ഞാനിന്ന് റാഗിയുടെ സേമിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് റാഗിയുടെ സേമിയ ഉണ്ടാക്കി നോക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല, ടേസ്റ്റൊന്നും എനിക്കറിയില്ല. അവയ്ക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് 75 രൂപയായിരുന്നു. ഞാനത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ആദ്യം ഉണ്ടാക്കി നോക്കാം. അവയ്ക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പം ഞാൻ റാഗി എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തോരൻ ഇവിടെ ഞാൻ അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചെറുതായിട്ട് വെട്ടം വീണ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് നല്ല ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടാണ്. സാധാരണ ഞാൻ ജനൽ ഇപ്പോഴൊന്നും തുറക്കാറില്ല, തണുപ്പ് കയറുന്നതുകൊണ്ട്. പക്ഷേ ഇത് ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ഒരു ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ഒരു പാനേനെ കഴുകിയെടുക്കുകയാണ് കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരെണ്ണം എടുക്കുക, അതൊന്ന് കഴുകിയിട്ട് അപ്പം തന്നെ ഒന്ന് കഴുകിയിട്ട് അടുത്തതിന് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരുപാട് പാത്രങ്ങളും കുന്നുകൂടില്ല നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ അത്. പാത്രം കഴുകാതിരിക്കാനുള്ളൊരു ട്രിക്കാണിത്. അപ്പോൾ ഞാൻ ആ പാനൊക്കെ ഒന്ന് കഴുകിയെടുത്തു. എന്നിട്ട് അവിടെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അവിടെ മൊത്തം വെള്ളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്ന് തുടച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ ഒരു സേമിയയില്ലേ, അത് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകണം, ഒന്ന് ചൂടാക്കി എടുക്കാൻ പോകുന്നു. വറുത്ത സേമിയ ആയിരുന്നു, എന്നാലും
എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് കേട്ടോ, എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ, എന്താ അതിൻ്റെ സ്മെല്ലെന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ സവോളയും ക്യാരറ്റും ഒക്കെ ഇട്ട് പച്ചമുളകും ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ട്, ചായക്ക് പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാവുമല്ലോ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 6:30 ആകുമ്പോഴേ പണി തീർക്കണം. അപ്പോൾ എളുപ്പം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെട്ടമൊക്കെ വീണു തുടങ്ങി. അപ്പോൾ നമ്മുടെ ഉപ്മാവിനുള്ള ആ ഒരു ക്യാരറ്റൊക്കെ ഒന്ന് വഴണ്ട് വന്നു. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു. എനിക്ക് ഈ സാധാരണ സേമിയയ്ക്ക് വെള്ളം ഇച്ചിരി കൂടുതൽ വേണം, വേഗം ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ചേർത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പ് ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പാൽ അപ്പോഴത്തേക്ക് തിളച്ച് വന്നു. അപ്പോൾ വാവയ്ക്ക് 1 ഗ്ലാസ് പാൽ മാറ്റി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാല് ഞാൻ നോക്കുന്ന സമയം കൊണ്ട് തന്നെ ഇപ്പുറത്ത് നമ്മുടെ ഉപ്മാവിൻ്റെ ആ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ വറുത്ത ആ സേമിയല്ലേ അതിട്ട് കൊടുത്തു. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ വിചാരിച്ച പോലെ അല്ല, ഇത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. നമ്മുടെ റാഗിയുടെ സേമിയ പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വാവയ്ക്കുള്ള പാല് ഞാൻ എന്താ ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. ഞാൻ 1 ഗ്ലാസ് ഫുൾ എടുത്തിട്ടില്ല, ഒരു പകുതി ഗ്ലാസ്, ഒരു 3/4. അങ്ങനെ പാലങ്ങനെ കുടിക്കാറില്ല, അതുകൊണ്ട്. പിന്നെ ബാക്കി വന്ന പാലിലേക്ക് ഞാൻ തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമുക്ക് ചായയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചായ ഇവിടെ റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്മാവ് എന്തായെന്ന് നോക്കാം. അതിപ്പോൾ വെന്ത് കാണും. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തിളയ്ക്കുകയാണ്, അപ്പുറത്ത് ഉപ്മാവ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികൾ തീരുകയാണ്. നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, പെട്ടെന്ന് വെന്ത് കേട്ടോ. ഇപ്പം ഞാൻ വെയിലാന്ന് വെച്ചിട്ട് ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ചിരുന്നെങ്കിൽ കുഴഞ്ഞു അതിനെ കഞ്ഞിയാക്കി എടുക്കാമായിരുന്നു. ഇത് പെട്ടെന്ന് വേവുന്ന സേമിയായിരുന്നു. നമ്മൾ സാധാരണ വെള്ള സേമിയ അങ്ങനെ പെട്ടെന്ന് വേവാറില്ല, കുറച്ച് അധികം വെള്ളം വേണ്ടി വരും. പക്ഷേ ഇത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകുന്നു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നമുക്ക് സാധാരണ സേമിയയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, ഇത് റാഗി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കയ്പ്പ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. വാവ കഴിച്ചില്ല കേട്ടോ, വാവയ്ക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പം ഞാൻ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് തീർന്നു. അപ്പം ഞാൻ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ടാണ് ഇട്ട് കൊടുത്തത്. നെയ്യ് തീർന്നു, പിന്നെ പുതിയത് മേടിക്കണം. അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതപ്പോൾ അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ. 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ചായ കുടിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ 6:30 എൻ്റെ ചായ കുടിക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ പോയിട്ട് റിലാക്സ് ചെയ്തൊന്ന് ഇരുന്ന് ചായ കുടിച്ചിട്ട് വരാം. നമ്മുടെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കേട്ടോ. ഇങ്ങനെയാണ്. നമുക്ക് മുറ്റം അധികം ഇല്ല, സൈഡിൽ സ്ഥലമുണ്ട്, പക്ഷെ മുറ്റം അധികം ഇല്ല കേട്ടോ. ഫ്രണ്ടിൽ ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് ചായയൊക്കെ കുടിച്ച് ഒരു 7 മണിയായപ്പം വാവേനെ ചെന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചു. വാവയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പല്ലൊക്കെ തേപ്പിച്ച് ഫ്രഷാക്കി കുളിപ്പിച്ചു. ആൾക്കും നല്ല ചൂടായിരുന്നു. അപ്പോൾ എഴുന്നേറ്റ് ഉടനെ തന്നെ ആളും കുളിച്ചു കേട്ടോ. എനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞിട്ട് പോയി കുളിച്ചു. അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴേ ഞാൻ ഫുഡ് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്മാവും അതുപോലെ ഒരു ഏത്തപ്പഴം ഫുള്ളില്ല, പകുതി ഏത്തപ്പഴം അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പാലും ആ ഒരു ഏത്തപ്പഴവും കഴിച്ചു. ഉപ്മാവ് കഴിച്ചില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടില്ല. റാഗിയുടെ ഉപ്മാവ് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ആ വെള്ള സേമിയാണെങ്കിൽ കഴിക്കും, പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് ചെറിയ കയ്പുണ്ട്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ അത് കഴിച്ചു തീർത്തു. അപ്പോൾ വാവയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പോയിട്ടുണ്ട്. വാവ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കപ്പ വറുത്തതും അതുപോലെ ഇതായി ഒരു സംഭവമായിരുന്നു കേട്ടോ, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതുമായിരുന്നു. അത് ഞാൻ സ്നാക്സായിട്ട് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചോറ് ഞാൻ പാത്രത്തിലെടുത്ത് വെക്കുകയാണ്. ചോറും തോരനും അതുപോലെ കക്കയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇന്ന് ഒഴിച്ചെറിയൊന്നും ഉണ്ടാക്കിയില്ല. ഇത് രണ്ടും തന്നെ ധാരാളം ആൾ കഴിച്ചോളും, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ബാഗിനകത്താക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ടവൽ വെച്ചിട്ട് പൊതിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബാഗിനകത്ത് വയ്ക്കുന്നത്. അവിടെ പോയി ഇരുന്ന് കഴിക്കുമ്പോൾ അവിടുത്തെ മേശമേലെല്ലാം ആക്കും. അതുകൊണ്ട് ഞാൻ ടവൽ ഡെയിലി കൊടുക്കാറുണ്ട്.
ഒരു സ്പൂണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കെട്ടിയിട്ട് ഒരു ബാഗിനകത്താക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആളിതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും കേട്ടോ. കഴിച്ചിട്ട് ഇതുപോലെ കെട്ടിയിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. വാവ കെട്ടുന്നതാണോ അല്ലെ അവിടെ ഉള്ളവർ കെട്ടിക്കൊടുക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല നീറ്റായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതാ വാവയുടെ ലഞ്ചും സ്നാക്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം വാട്ടർ ബോട്ടിൽ നിറയ്ക്കുകയാണ്. ഇത് പഴയ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഒരു അക്ഷരം പഠിക്കാൻ വേണ്ടി പോയപ്പോഴും മേടിച്ചതാണ്. പുതിയത് ലീക്കാവുന്നുണ്ട്, വെള്ളം കളയുന്നുണ്ട് ബാഗിൽ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് തന്നെ കൊടുത്തു വിട്ടു. അപ്പോൾ ഞാൻ വാവേനെ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് നല്ലൊരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ നല്ല മഴ, നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണി അലക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോവുകയാണ്. അപ്പോൾ തുണി അലക്കണം, കുറച്ചധികം തുണികളുണ്ടായിരുന്നു. ആ ഒരു തുണി അലക്കൽ കഴിയുമ്പോൾ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ജോലി തീർന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് തുണി അലക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത കേസാണ്, പക്ഷേ കഴുകിയാലല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ തുണി അലക്കായിട്ടതിന് ശേഷം പോയിട്ട് ലഞ്ച് കുക്ക് ചെയ്യുക എന്നുള്ളൊരു ഐഡിയലാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തുണിയൊക്കെ അലക്കി കിട്ടും. അപ്പോൾ ആ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് ഒലച്ച് വിരിച്ചിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് ആദ്യം ഞാൻ എൻ്റെയും വാവയുടെയും സാധാരണ വീട്ടിലിടുന്നതും പുറത്ത് പോകുമ്പോൾ ഇടുന്നതൊക്കെയാണ് കഴിയുന്നത്. അധികവും ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുന്നത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ ഇടാറില്ല, കൈ കൊണ്ട് തന്നെ കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പം കല്ലില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കൈ വെച്ചിട്ട് തന്നെയാണ് അത് കഴുകുന്നത്. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ സെപ്പറേറ്റ് പിന്നീടാണ് കേട്ടോ ഇടുന്നത്. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന തുണികൾ, അത് കഴിഞ്ഞ് അത് അലക്കി വിരിച്ചതിന് ശേഷമാണ് ബെഡ്ഷീറ്റ് കഴുകാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ തുണികളൊക്കെ കഴുകായിട്ടിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു മഴ കഴിഞ്ഞിട്ടുള്ളൊരു പ്രകൃതിയാണ് കേട്ടോ അത്. നല്ല വെട്ടം വീണിട്ടുണ്ട്, അടുത്ത മഴയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മഴക്കോളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ട്, കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കറി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈസായിട്ട് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഞാൻ സവോളയും അതുപോലെ ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. സവോള ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കണം. സവോളയുടെ പുറത്ത് ബ്ലാക്ക് കളറിലെ പൊടിയുണ്ട്, അത് നല്ലതല്ല കേട്ടോ ഹെൽത്തിന്. നന്നായിട്ട് കഴുകണം, സവോളയൊക്കെ നന്നായിട്ട് കഴുകണം. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണിക്കുള്ളതും ഇത് നമ്മുടെ ചിക്കൻ കറിക്കുള്ളതുമാണ്. ആ സവോള ചിക്കനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കനിൽ കുറച്ച് മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഷെൽഫിൻ്റെ മുകളിൽ ഇരുന്ന പാത്രമാണ്, അത് ഞാൻ ഇങ്ങ് പൊക്കി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. ഇത് എൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കറക്റ്റ് ബിരിയാണി ഉണ്ടാക്കുന്ന രീതിക്കൊന്നും അല്ല, ഇത് എൻ്റെ ഒരു ഇതിൽ ഉണ്ടാക്കുകയാണ്. നെയ്യില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഓയിലിൽ നമ്മുടെ പട്ടയും ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ്, ബീൻസ്, സവോള ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് റൈസ് ഇട്ടു, നമ്മുടെ അരിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ റൈസ് ഉണ്ടാക്കിയത്. അതിനകത്ത് വേറെ ഫ്ലേവറോ ഒന്നും ചേർക്കുന്നില്ല, എസൻസ് ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, നെയ്യ് പോലും ഇല്ലായിരുന്നു, ഓയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ജസ്റ്റ് തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയാനേ പറ്റൂ. അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ചൂടുവെള്ളമാണ് കേട്ടോ, ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് റെഡിയാവും. പിന്നെ അത് അപ്പുറത്ത് അടുപ്പിൽ ഞാൻ ചിക്കന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ചിക്കൻ വെക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ
ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ തോന്നുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കഞ്ഞി കുടിച്ചു കേട്ടോ. അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴും കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചു. നിറയെ നാരങ്ങാച്ചാറായിരുന്നു. എനിക്ക് നാരങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. എന്നാലും ഞാൻ അമ്പലത്തിലതായതുകൊണ്ട് ഞാൻ കഴിച്ചു. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാവുന്നുണ്ട്. സവോളയൊക്കെ ഇട്ട് അതിലേക്ക് മസാലാസൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് റെഡിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറൊരു 80% വെന്താൽ മതി കേട്ടോ. പിന്നെ അത് ആ ഒരു ചൂടിൽ തന്നെ ഇരുന്ന് വെന്തോളും. നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി, ചിക്കൻ കറി റെഡിയായി. പിന്നെ നമുക്ക് ലഞ്ച് ഓക്കെ ആയി. അപ്പോൾ ലഞ്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് നമ്മുടെ തുണി ഒന്ന് വിരിച്ചിടുകയാണ്. ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇതാ ആ ഷെയിൽ ഫുള്ള് കിടക്കുന്നത് ആദ്യത്തെ സെക്ഷനിൽ എൻ്റെ തുണികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്ഷീറ്റുകളെല്ലാം കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. അതും ഒലച്ചെടുത്ത് ഇതാ വിരിച്ചിടുകയാണ്. ഇത്രയും തുണികളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. എൻ്റെ ആ ഒരു ബാസ്ക്കറ്റ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഞാൻ കൂടുതലും അങ്ങനെയാണ്, ബാസ്ക്കറ്റ് നിറയുമ്പോഴാണ് തുണി കഴുകാൻ വേണ്ടിയിട്ട് ഒരു തുണി കഴുകുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റുകളും അതുപോലെ തുണികളും ഒക്കെ വിരിച്ച് അതിലേക്ക് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ എൻ്റെ ഒരു വലിയൊരു പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് വേറെ വലിയ പുറത്ത് പോകണ്ട, അതുപോലെ വേറെ കുക്കിങ് കാര്യങ്ങളൊന്നുമില്ല. ലഞ്ചെല്ലാം ഓക്കെ ആയി. രാത്രിയും അത് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് വയ്ക്കുന്നത് തന്നെയാണ് രാത്രി കഴിക്കുന്നത്. സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. ചിലർക്ക് പാത്രം കഴുകുന്നത് ഇഷ്ടമല്ലായിരിക്കും, ചിലർക്ക് തുണി അലക്കുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് കുക്ക് ചെയ്യുന്നതേ ഇഷ്ടമല്ലായിരിക്കും. പക്ഷേ എനിക്ക് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്. എനിക്ക് തുണി അലക്കുന്നത് ഒരു ചെറിയൊരു പണിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. നിങ്ങൾക്ക് ഏത് ജോലി ഇഷ്ടമല്ലാത്തതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇതാ അടുത്ത മഴയ്ക്കുള്ള കോള് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോയിട്ട് ഫോണൊക്കെ കണ്ട് ടി വിയൊക്കെ കണ്ടിരുന്നിട്ട് വാവ വരാറായിട്ടുണ്ട് കേട്ടോ. 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വാവയ്ക്ക് സ്നാക്സായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ അമ്മ ഏത്തയ്ക്ക മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഏത്തപ്പഴം. അപ്പോൾ അതൊന്ന് നമുക്ക് ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാം. അപ്പം 3 പഴം എടുത്തിട്ടുണ്ട്. ഒരു പഴം ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത്തപ്പഴം എന്താ പറയുക, ഏത്തയ്ക്കപ്പം ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ വാവ വരുമ്പോൾ അവർക്ക് കഴിക്കുമല്ലോ, വയറും നിറയും. ചില പിള്ളേർക്ക് ഉച്ചയ്ക്ക് ചോറ് വൈകിട്ട് വന്നിട്ട് ചോറ് കഴിക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെവി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെ വയറും നിറയും, സന്തോഷമാവും. അപ്പോൾ ഞാൻ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കുകയാണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഏത്തയ്ക്കപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുക. ഇന്ന് കുറച്ച് തിക്കായിട്ടാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ലൂസായി പോകാറുണ്ട്. പക്ഷേ ഇന്ന് ഓക്കെ ആയിട്ടാണ് കേട്ടോ കിട്ടിയത്, കുഴപ്പമില്ലാതെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്കപ്പം ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ എണ്ണ അധികം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു കളർ അങ്ങനെ വന്നത് കേട്ടോ. നമ്മൾ എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മൾ വീട്ടിലാകുമ്പോൾ നമ്മൾ കുറച്ച് പിശുക്കിയൊക്കെയല്ലേ ഓരോന്നും ചെയ്യുന്നത്, എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്. വാവ വന്നിട്ടുണ്ട്. വാവ വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ ലഞ്ച് ബോക്സ് എടുത്ത് കഴുകി വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്മെല്ലുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര മണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന ഉടനെ ലഞ്ച് ബോക്സ് എടുത്ത് കഴുകി അത് ഉണക്കാൻ വേണ്ടി വയ്ക്കും. അപ്പോൾ അതാ ഫുള്ള് കഴിച്ചിട്ടൊന്നും ഇല്ലായിരിക്കും, എനിക്കറിയില്ല അവിടെ ഫുള്ള് കഴിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ കഴിക്കാത്ത ദിവസങ്ങളിൽ വന്ന് പറയും ഞാൻ മൊത്തം കഴിച്ചില്ല, കുറച്ച് കളഞ്ഞെന്നൊക്കെ പറയും. അവിടെ കളയാനൊക്കെ സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ എന്തായാലും വരുമ്പോൾ പാത്രം കാലിയാക്കിയിട്ടാണ് ആൾ വരുന്നത്. കഴിക്കുന്നുണ്ടോ എന്ന് ഇനി ടീച്ചറിനോട് പോയി ചോദിക്കണം. ഈ ഒരു പാത്രത്തിൽ എനിക്കെന്താണ് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ചതുരം പോലത്തെ ആ ഒരു സാധനമല്ലേ, അത് ഇങ്ങനെ ഇളകി വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, ഇങ്ങനെ അടയ്ക്കും പിന്നെയും തുറന്നു വരും, അടയ്ക്കും തുറന്നു വരും. പിന്നെ ആ ഒരു ചതുരം ഞാനെടുത്ത് തിരിച്ചിടും, അത് പിന്നെ അടയ്ക്കും, ശരിയാവില്ല. അതിൻ്റെ ട്രിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത്
എന്താ ഭയങ്കര ബിസിയിൽ നിൽക്കുമ്പോഴായിരിക്കും വാവിനെയൊക്കെ ഒരുക്കി ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് അടയ്ക്കാൻ നേരത്ത് അടയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പിന്നെ എന്തൊക്കെയോ ചെയ്തൊക്കെയാണെന്ന് അടച്ച് വിടുന്നത്. വാവയും പറഞ്ഞായിരുന്നു തുറക്കാനൊക്കെ ഭയങ്കര പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു ടിഫിൻ ബോക്സ് മേടിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ്. വാവയ്ക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ അവിടെ ഇരുന്ന് കട്ടൻ ചായയും ഏത്തയ്ക്കപ്പൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ബാക്കി ഏത്തയ്ക്കപ്പം കൂടി ഉണ്ടാക്കിയെടുക്കട്ടെ, കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.